ഇടുക്കി അടിമാലിയിലെ ഗ്യാരേജിലെത്തിച്ച ലാൻഡ് ക്രൂയിസർ കസ്റ്റംസ് പരിശോധിക്കുന്നു. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ശില്പ സുരേന്ദ്രന്റേതാണ് ലാൻഡ് ക്രൂയിസർ. തിരുവനന്തപുരം സ്വദേശിയായ ശില്പ പെയിന്റിംഗ് വർക്കുകൾക്കായി കാറ് അടിമാലിയിലെ ഗ്യാരേജിലെത്തിച്ചതായിരുന്നു. കർണാടകയിൽ നിന്ന് NOC കിട്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു വണ്ടിയാണ്. ആ വണ്ടിക്ക് ഇങ്ങനെ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അത് നമ്മൾക്ക് ഇതിപ്പോ നമ്മൾ 5th ഓണറാണ്. ഈ 5 ഓണേഴ്സ് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂലല്ലോ എന്താണ് ഇഷ്യൂ എന്ന്. ശരിക്കും എനിക്ക് വേറെ ഈ പറയുന്ന കണക്ക് ഒരു 5-6 വണ്ടികളൊന്നും ഇതുപോലെ ഇല്ല, ഒറ്റൊരു വണ്ടിയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഫുൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഭയങ്കര കഷ്ടമാണ്. ഇത് നമുക്ക് ഫസ്റ്റ് കസ്റ്റംസിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ നമ്മളുടെ വണ്ടിയും ഈ ഒരു ലിസ്റ്റിൽ പെട്ടയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ശരിക്കും അവരുടെ അടുത്ത് ചോദിച്ചു, ഇങ്ങനത്തെ ഒരു കാര്യം വരണമെങ്കിൽ അത് KL വണ്ടി ആവുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരണത്, അത് പ്രീവിയസ് ഓണേഴ്സ് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഗവൺമെന്റിന്റെ എൻഡിൽ നിന്നുള്ള ഒരു മിസ്റ്റേക്ക് ആണ്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഇത് ഭൂട്ടാനിൽ നിന്ന് കടത്തിയ ലാൻഡ് ക്രൂയിസർ എന്നാണോ കസ്റ്റംസിന്റെ ഒരു നിഗമനം? രേഖകളൊക്കെ പരിശോധിച്ചു വരികയാണോ? തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് കസ്റ്റംസ് കണക്ക് കൂട്ടുന്നത്. സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ വാങ്ങിയ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുടെ തുടർച്ചയായിട്ടാണ് അടിമാലിയിലും ഈ പരിശോധന നടന്നത്. അടിമാലിയിലെ ഗ്യാരേജിൽ തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ശില്പ സുരേന്ദ്രന്റെ ലാൻഡ് ക്രൂയിസറാണ് കസ്റ്റംസ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ളത്. 1996 മോഡൽ 80 സീരീസിലെ ലാൻഡ് ക്രൂയിസറാണ് പിടിച്ചെടുത്തത്. ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപ ചിലവിട്ട് വാങ്ങിയതാണ് എന്നാണ് ശില്പ പറയുന്നത്. 2025 ഫെബ്രുവരി മാസമാണ് തിരൂർ സ്വദേശിയിൽ നിന്ന് ഈ വാഹനം ശില്പ മേടിക്കുന്നത്. ശില്പ ഈ വാഹനത്തിന്റെ 5ാമത്തെ ഉടമയാണ്. അതിനുശേഷം മറ്റ് മെക്കാനിക്കൽ പെയിന്റിംഗ് വർക്കുകളുമൊക്കെയായി ബന്ധപ്പെട്ട് അടിമാലിയിലെ ഗ്യാരേജിലേക്ക് എത്തുകയായിരുന്നു. ഏതായാലും കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് പറയുന്നത് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയുടെയും പിടിച്ചെടുക്കലിന്റെയും ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ വാങ്ങിയ ഒരു കാർ അടിമാലിയിലുണ്ട് എന്ന വിവരം ലഭിക്കുന്നത്. തുടർന്ന് അവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്യുന്നു. ഈ സമയം ശില്പ അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് വാഹനം പിടിച്ചെടുക്കുകയായിരുന്നു. ഏതായാലും കർശനമായ നടപടികളിലേക്ക് കടക്കുമെന്ന കസ്റ്റംസ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ താൻ നിരപരാധിയാണ്. കാരണം തിരൂർ സ്വദേശിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിനു ശേഷം കർണാടക വാഹന വകുപ്പിൽ നിന്നുള്ള NOCയും RC ബുക്കും കയ്യിൽ ഉണ്ടായിരുന്നു. അത് വെച്ചായിരുന്നു താൻ ഈ തിരൂർ സ്വദേശിയിൽ നിന്ന് വാഹനം വാങ്ങിയത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് കേരള രജിസ്ട്രേഷനിലേക്ക് വാഹനം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും വാഹനം പിടിച്ചെടുക്കുന്നത് എന്താണ് എന്ന ഒരു അങ്കലാപ്പ് ഈ വാഹനത്തിന്റെ ഉടമയായിട്ടുള്ള ശില്പയ്ക്കുണ്ട്. ഏതായാലും ഡ്രൈവറായിട്ടുള്ള ഓഫ് റോഡ് റാലി ഡ്രൈവറായിട്ടുള്ള ശില്പ അധ്യാപന ജോലിയിൽ നിന്നും മിച്ചം പിടിച്ച തുക ശേഖരിച്ച് വാങ്ങിച്ച വാഹനമാണ് എന്ന് പറയുന്നത്. ഏതായാലും ആ വാഹനം നഷ്ടപ്പെട്ടതിന്റെ ഒരു ദുഃഖം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും തട്ടിപ്പിനെ കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു, യാതൊരു പങ്കുമില്ല എന്നാണ് ശില്പയുടെ വാദം. എന്തായാലും കസ്റ്റംസ് തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.